ഹായ് എവരി വൺ, വേദഗണിതം വേദിക് മാത്സിൻ്റെ 8ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ 9ന്റെ സീരീസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ആണ് പഠിച്ചത്. 99, 999 അങ്ങനെയുള്ള ചില മൾട്ടിപ്ലിക്കേഷൻ ട്രിക്കുകളാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിലും അതേപോലെയുള്ള ട്രിക്ക് തന്നെയാണ്, പക്ഷേ അതിൽ നമ്പേഴ്സിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇവിടെ 3 ഡിജിറ്റ് ഇൻറ്റു 2 ഡിജിറ്റ് അല്ലെങ്കിൽ 99 എന്ന് പറയുന്ന നമ്പറിനെ ഒരു 3 ഡിജിറ്റ് നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 4 ഡിജിറ്റ് ഇൻറ്റു 2 ഡിജിറ്റ് അങ്ങനെയൊക്കെയുള്ള നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളാണ് മെത്തേഡ്. മുന്നേ ചെയ്തതുപോലെയുള്ളൊരു മെത്തേഡല്ല, മാറ്റമുണ്ട്, ട്രിക്കിൽ മാറ്റമുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഇതിൽ നോക്കാം. ഇപ്പോൾ 125 ഇൻറ്റു 99 ആണ്. 99 നമുക്കറിയാം 100-നോട് അടുത്തുള്ള നമ്പറാണ് അല്ലേ. 100-നോട് അടുത്തുള്ള നമ്പറാണ് 99. അതിലുള്ളത് 2 0 ആണ് അല്ലേ. 100-ലുള്ളത് 2 0 ആണ്. അപ്പോൾ 99 100-നോട് അടുത്താണ്. ആ 100-ൽ 2 0 ഉണ്ട്. അപ്പോൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഈ ഒരു നമ്പറിന് റൈറ്റ് ഹാൻഡ് സൈഡിൽ 2 0 ആഡ് ചെയ്യും. ഓക്കെ, സിമ്പിളാണ്. ഈ 99 നമുക്കിനി ആവശ്യമില്ല. നമ്മൾ 99 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 99ൻ്റെ അടുത്തുള്ള നമ്പർ, ഈ നമ്പറിനൊക്കെ പറയുന്ന പേരാണ് ബേസ് നമ്പർ. 100, 1000 അത് നമ്മൾ കുറച്ച് മൾട്ടിപ്ലിക്കേഷൻ്റെ മറ്റു പാർട്ടുകൾ എത്തുമ്പോഴും പഠിക്കും. ബേസ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഈ 100, 10, 100, 1000 ഇതിനെയൊക്കെയാണ് നമ്മൾ ബേസ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ 2 0 ആണുള്ളത്. അപ്പോൾ 2 0 ഇവിടെ എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത് നമ്മൾ 125-നെയാണ് 99 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ 125 അതുപോലെ ഇവിടെ എഴുതുക. 125 ഇങ്ങനെ എഴുതുക. ഓക്കെ, ലാസ്റ്റ് 3 ഡിജിറ്റിന് താഴെയായിട്ട് 125 എഴുതുക. ഇനി മെത്തേഡ് സിമ്പിളാണ്. ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, ആൻസർ കിട്ടും. ഇപ്പോൾ ഇവിടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് 1 എടുക്കും. അപ്പോൾ 4 വരും. ഇവിടെ 9, ഇവിടെ 10. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ നമ്പർ കിട്ടുക. സബ്ട്രാക്ഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ 10-ൽ നിന്ന് 5 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 5, 9-ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 7, 4-ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 3, പിന്നെ 1, 2 അതുപോലെ. സോ ആൻസർ 12,370. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ്റെ ഡിഫിക്കൽട്ടി ഇതിലില്ല. നമ്മൾ എന്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ, സബ്ട്രാക്ഷൻ തന്നെ ഇത് ചെയ്യുന്നുള്ളൂ. പക്ഷേ മറ്റ് മെത്തേഡ് എപ്പിസോഡിൽ ചെയ്തിട്ടുള്ള മെത്തേഡിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മൾ 3 ഡിജിറ്റും 2 ഡിജിറ്റും വരുമ്പോൾ ചെയ്യുന്നത്. ഓക്കെ, ഇതും കൂടെ ഒന്ന് നോക്കാം. 345 ഇൻറ്റു 99 ആണ്. നമുക്കറിയാം 99 100-ഓട് അടുത്തുള്ള നമ്പറാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ 100-ൽ 2 0 ഉള്ളത് കൊണ്ട് ഇവിടെയും നമ്മൾ 2 0 ആഡ് ചെയ്യും. ഇനി ചെയ്യേണ്ടത് ഈ 345 അതുപോലെ ലാസ്റ്റ് 3 ഡിജിറ്റിന് താഴെയായിട്ട് എഴുതുക. 345 ലാസ്റ്റ് 3 ഡിജിറ്റിൻ്റെ താഴെയായിട്ട് 345 എഴുതുക. അത് കഴിഞ്ഞിട്ട് സബ്ട്രാക്ഷൻ. അപ്പോൾ ഇവിടെ 4 വരും, ഇവിടെ 9 വരും, ഇവിടെ 10 വരും. 10-ൽ നിന്ന് 5 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 5, 9-ൽ നിന്ന് 4 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 5, 4-ൽ നിന്ന് 3 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1, ബാക്കിയുള്ളത് 34 അതുപോലെ എഴുതുക. സോ ആൻസർ 34,155. സോ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബേസ് മെത്തേഡാണിത്. ബേസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ബേസ് നമ്പർ യൂസ് ചെയ്തിട്ടുള്ളൊരു മെത്തേഡ് ആയതുകൊണ്ടാണ് ഇതിനെ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ നമ്പർ ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിൾ കൂടെ ചെയ്യാം. ഇതിപ്പോൾ 99 ആണ് എടുത്തത്. അതുപോലെ 999 വരുമ്പോൾ എങ്ങനെ ചെയ്യാമെന്നുള്ളത് കൂടെ പഠിച്ചാൽ നമുക്ക് ബാക്കിയുള്ള ഏത് നമ്പർ വന്നു കഴിഞ്ഞാലും ചെയ്യാനുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ 2, 3, 4, 5 ഇൻറ്റു 999. ഓക്കെ, ഇപ്പോൾ ഇവിടെ 999 ആണ്. അപ്പോൾ 999 അടുത്തുള്ള ബേസ് നമ്പർ എന്ന് പറയുന്നത് 1000 ആണ് അല്ലേ. അതിനടുത്തുള്ള ബേസ് നമ്പർ എന്ന് പറയുന്നത് 1000 ആണ്. അപ്പോൾ ഈ 1000-ൽ എത്ര 0 ഉണ്ട്, 3 0 ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ 3 0 എഴുതണം. ഇതുപോലെ 3 0 എഴുതുക. 999 നമുക്ക് ആവശ്യമില്ല. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഈ ഒരു 2345-നെയാണ് 999 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ നമ്പർ അതുപോലെ ലാസ്റ്റ് 4 ഡിജിറ്റിൻ്റെ താഴെ എഴുതുക. അതായത് 4 ഡിജിറ്റിൻ്റെ താഴെ 2, 3, 4, 5 എന്ന് എഴുതുക. ഓക്കെ, ശ്രദ്ധിക്കണം, എഴുതുന്നത് ലാസ്റ്റ് 4 ഡിജിറ്റിൻ്റെ താഴെയാണ് എന്ത് എഴുതുന്നത്, ഈ സെയിം നമ്പർ നമ്മൾ എഴുതുന്നത്. ഇനി സബ്ട്രാക്ഷൻ ആണ്. സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് 1 ഇങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ഇവിടെ 4 വരും, ഇവിടെ 9, ഇവിടെ 9, ഇവിടെ 10. ഓക്കെ, ഈ സബ്ട്രാക്ഷൻ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് ഞാനത് കൂടുതൽ പറയാത്തത്. നമ്മൾ കടമെടുക്കുക എന്ന് പറയും. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1 എടുക്കുന്നു, ഇവിടുന്ന് 1 എടുക്കുന്നു, ഇവിടുന്ന് 1 എടുക്കുന്നു. ആ രീതിയിൽ എന്ത് കിട്ടും നമുക്ക്, 10-ഉം 9-ഉം 9-ഉം ഇവിടുന്ന് 1 പോയി
കഴിഞ്ഞാൽ 4 ആയിട്ട് മാറും. ഇനി സബ്ട്രാക്ഷൻ സിമ്പിൾ ആയിട്ടുള്ള സബ്ട്രാക്ഷൻ ആണ്. 10ൽ നിന്ന് 5 കുറക്കുന്നു, കിട്ടുന്ന ആൻസർ 5 ആണ്. 9ൽ നിന്ന് 4 സബ്ട്രാക്ട് ചെയ്യുന്നു, കിട്ടുന്ന ആൻസർ 5 ആണ്. 9ൽ നിന്ന് 3 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 6 കിട്ടും. 4ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടും. ബാക്കിയുള്ള നമ്പർ 234 അതുപോലെ എഴുതും. ഇതാണ് ആൻസർ. സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡുകളാണ്. ഇപ്പോൾ 9ന്റെ സീരീസ് ആണെങ്കിലും നമ്മൾ 11ൻ്റെ ഒക്കെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള സീരീസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ എന്താണ് സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻ ആണ് വരുന്നത് ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഇപ്പോൾ ഇതുപോലെ തന്നെ മറ്റ് നമ്പേഴ്സ് എടുക്കുക. ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന 9,999 ആണ്, 999 ആണ്. അതുപോലെ 9,999 എടുക്കുക, അതിൽ വലിയൊരു നമ്പർ മുകളിൽ കൊടുക്കുക. ഇതേ മെത്തേഡ് ഫോളോ ചെയ്യുക. അവിടെ വരുമ്പോഴെന്ത് വരും? 4 0 എഴുതേണ്ടി വരും. ഇത് കഴിഞ്ഞ് 5 0 എഴുതേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചേഞ്ചസ് മാത്രമേ ഏതിലുള്ളൂ? ഈ ഒരു സബ്ട്രാക്ഷനിൽ വരുന്നുള്ളൂ. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം സിമ്പിൾ ആയിട്ടുള്ള സബ്ട്രാക്ഷനിലൂടെ നമുക്ക് ഇതുപോലെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ട്രിക്കുമായി വരുന്നത് വരെ ബൈ.